ഹലോ, എല്ലാവർക്കും സ്പൈസസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരാമെന്ന്. പക്ഷേ വളരെ പെട്ടെന്ന് വരാൻ പറ്റിയില്ല, ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അപ്പോൾ ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇഞ്ചിയാണ്. നമ്മുടെ അടുക്കളയിലെ ഏറ്റവും പ്രധാനി എന്ന് തന്നെ പറയാം, ഇഞ്ചി അല്ലേ. അപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് സാധാരണ ഇഞ്ചിയല്ല, ചൈനീസ് ജിഞ്ചർ അല്ലെങ്കിൽ ചൈന ഇഞ്ചി. ഇത് ചൈനയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. നമ്മുടെ ഒരു റിലേറ്റീവ് ഒരു 4 വർഷം മുന്നേ എന്തോ ബിസിനസ് കാര്യങ്ങൾക്ക് എന്തോ പോയപ്പം ആൾക്ക് ഇഷ്ടം തോന്നിയിട്ട് അവിടുന്ന് ചെറിയൊരു കഷ്ണം കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ നട്ടതാണ്. അപ്പോൾ നമുക്കും ഇത് കണ്ടപ്പം വളരെ അട്രാക്ഷൻ തോന്നി. അങ്ങനെ നമ്മളും പോയി ഒരു കുഞ്ഞു കഷ്ണം മേടിച്ചിട്ട് നട്ടതാണ് കേട്ടോ. ഇപ്പോൾ അവരുടെ വീട്ടിലെല്ലാം പോയി, പക്ഷേ 4 വർഷമായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വളരെ നല്ല രീതിയിൽ ഇത് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മണ്ണിലല്ല നട്ടിരിക്കുന്നത്. മണ്ണിൽ വെച്ചാൽ മണ്ണിൽ ഡയറക്റ്റ് നടുവല്ല ചെയ്തത്. നമ്മൾ ബക്കറ്റിൽ അല്ലെങ്കിൽ കൊട്ടയിൽ, അതും അല്ലെങ്കിൽ കവറിൽ, ചാക്കിലൊക്കെ മണ്ണും ചാണകപ്പൊടിയും ഉപയോഗിച്ചിട്ടാണ് മറ്റേ ഇഞ്ചി നടുന്നത് പോലെ തന്നെയാണ് നട്ടിരിക്കുന്നത്. പ്രത്യേക കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പക്ഷേ മറ്റേ സാധാരണ ഇഞ്ചി അപേക്ഷിച്ച് ഇതിനുള്ള വ്യത്യാസം എന്ന് പറയാൻ വളരെ വലുതാണ്. ഒരു ചുവടൊക്കെ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് ഒരു 1.5 കിലോ തന്നെ കാണും. സ്മെല്ലും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ കളറും എല്ലാം സാധാരണ ഇഞ്ചി പോലെ തന്നെയാണ്. സാധാരണ ഇഞ്ചിനേക്കാളും കുറച്ചൊരു ജലാംശം ഇതിന് കൂടുതലുണ്ട്, അല്ലാതെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊരു ചെറിയ പീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ഒരു 2 ദിവസമൊക്കെ ഉപയോഗിക്കാൻ, 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇത് പറിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് മുകൾ ഭാഗം മാത്രം കുറച്ചിങ്ങനെ മുകളിലേക്ക് വരും, ബാക്കി ഡീപ്പായിട്ട് ഉള്ളിലേക്കുണ്ട്. ഇപ്പം ഞാൻ ആ ബക്കറ്റ് മറിച്ചിടുകയാണെങ്കിൽ അത് ഫുള്ള് ഇഞ്ചി ആയിരിക്കും. ഞാനത് ചെയ്യാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ പറിച്ച് വെച്ചാൽ നമുക്കത് കേടായി പോകില്ല. അതുകൊണ്ടാണ് ഞാനത് പറിച്ചിടാത്തത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളും അത് തന്നെയാണ്. പിന്നെ പറിച്ചെടുക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടാണ്. സാധാരണ ഇഞ്ചി പറിച്ച് വലിച്ചെടുത്ത് പോലെ ഇതെടുക്കാൻ പറ്റില്ല, പൊട്ടിപ്പോവും. അപ്പോൾ ഞാനത് പൊട്ടിച്ച് കാണിക്കാം. കണ്ടോ, കളറും എല്ലാം അത് സാധാരണ ഇഞ്ചി പോലെ തന്നെയാണ്. പിന്നെ സാധാരണ ഇഞ്ചിയും നമ്മുടെ അടുത്തുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പറിച്ചെടുക്കാം. പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും ഇതും ഒരുപോലെയാണ്. അതിൻ്റെ കളറ് കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.